എന്നാൽ ഈ ഒരു അവസ്ഥയിൽ ചാക്കോബോയ് നമ്മളെ വിട്ടുപോയി തീരെ ശരിയായില്ല. പേടിക്കണ്ടടാവേ, ഞാനില്ലേ കൂടെ. അതാ ഞങ്ങളുടെ ഒരു ധൈര്യം. ഇതുപോലെ എത്രയോ ബോർഡ് ഞാൻ ഈ കായലിൽ കൊണ്ട് ചവിട്ടി താത്തിട്ടുണ്ടെന്ന് അറിയാവോ? പോലീസ് കാണണം. ഹലോ, ഹലോ. ഹലോ ബ്രദേഴ്സ്, ഹൗ ആർ യു? സംഗതി സാധിച്ചോ? അതറിയാതെ പോയതാ. അയ്യേ, അതും സാധിച്ചോ? ഇതെന്നതായി പെട്ടിക്കകത്ത്? അച്ചായനെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുക. പറയടാ മക്കളെ, ഈ കൊച്ചുങ്ങൾ എന്നെ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറയടാവേ. എന്നെ മനസ്സിലായില്ലേ? കോട്ടയം കറുകച്ചാൽ അച്ചായൻ, സോമച്ചായൻ. ഓ, അപ്പൊ എനിക്കറിയാം. പേരെന്താന്നാ പറഞ്ഞു? ഞാൻ കുറെ ദിവസമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മുടെ ബിസിനസ് അങ്ങോട്ട് നടക്കുന്നില്ല. എന്തിന്റെ? കള്ളക്കടത്തെ. അപ്പൊ എന്നെ മനസ്സിലായില്ലേ? കുമ്പളം ശശി. പിന്നെ പെട്ടിക്കകത്ത് എന്താ? സ്വർണ്ണ ബിസ്ക്കറ്റാണോ അതോ വല്ലതിനും തല്ലിക്കൊന്ന് ഒതുക്കിയതോ? അതിരിക്കട്ടെ, ബിസിനസ് ഉറപ്പിക്കുന്ന ഒന്നുകൂടെ ചിന്തിക്കേ. എന്ത് ശവമെങ്കിലും ആട്ട്, ഒന്ന് മാറ്റി ചിന്തിക്കേ. റെഡി ക്യാഷാ. അപ്പൊ ഞാൻ അങ്ങോട്ട് പിന്നെ കുമ്പളം ഇല്ലാതെ എന്തോന്ന് ബിസിനസ്? പിടി വർക്ക്. അതിന്റെ പറയുന്നുണ്ടാവും. സാറേ, അങ്ങനെ ഒന്നും തുറന്നങ്ങ് പറയടാ മക്കളെ, നിങ്ങൾക്ക് ആ കൊലപാതകവുമായി എന്താ ബന്ധം? ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല സർ. നടക്കണ അസ്ഥി കൂടമേ. ഇവനെ കണ്ടാലറിയാം മിനിമം 8 കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടാവും. ഇപ്പോഴത്തെ കൊലപാതകങ്ങൾക്ക് മുഴുവൻ ഇവന്റെ ലുക്ക. ഓഹോ, അപ്പൊ കൊലപാതക ഫാമിലിയാണല്ലേ? ഇത് കണ്ടോ നീ? പറമ്പിൽ തൂമ്പയെടുത്ത് കിളക്കുന്നതിന്റെ തഴമ്പ ഇത് വെച്ച് അറിഞ്ഞൊന്നും തന്നോണ്ടല്ലോ, തെറിച്ചു പോകും നിന്റെയൊക്കെ 32 പല്ലും. സത്യമായിട്ട് ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല സാറേ. പിന്നെ ആരാണ് അവളെ കൊന്നത്? ഞങ്ങളല്ല സർ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? നന്ദിതയെ നിങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? സത്യമായിട്ടും ഞങ്ങൾ അവളെ കണ്ടിട്ട് ദിവസങ്ങളായി സർ. അത് ശരിയാ. നമ്മൾ ഇവന്മാരെ പിടിച്ച് ലോക്കപ്പിൽ ഇട്ടതിന് ശേഷം പിന്നെ ഇവന്മാരെ അവളെ കണ്ടിട്ടില്ല. ആദ്യം രേഖ എന്ന പെൺകുട്ടി, അവളെ കൊന്നു മറൈൻ റെയിൽവിന്റെ പിന്നിലുള്ള കായലിൽ തള്ളി. ഇപ്പോ റസീന സുൽത്താനയുടെ ഡെഡ് ബോഡി വീഞ്ഞപ്പെട്ടി. ആർക്കു വേണ്ടിയായിരുന്നു ഈ 2 കൊലപാതകങ്ങൾ? നീയൊക്കെ കൊല്ലാതെ പിന്നെ എങ്ങനെയാണ് അവളുമാരൊക്കെ ചത്തത്? സത്യം പറയാം, ആ പെൺകുട്ടിയെ നിങ്ങൾ കഴുത്ത് ഞെരിച്ചു കൊന്നു അതോ വെള്ളത്തിൽ താഴ്ത്തിക്കൊന്നു? എന്റെ പൊന്നു സാറിനെ ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല സാർ. ഇങ്ങനെ ഡീസന്റ് ആയിട്ട് ചോദിച്ചാലൊന്നും ഇവന്മാർ സത്യം പറയത്തില്ല. വിത്തിൻ സെക്കൻഡ്സ് ഞാൻ പറയിപ്പിക്കാം ഇവന്മാരെ കൊണ്ട് സത്യം. കാണോ സാറിന്? പറയണ സത്യം. ഓക്കെ, ഇവനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി ഒരു സ്വീകരണം കൊടുത്തിട്ടുണ്ട്. ആയിക്കോട്ടെ. ഞാൻ നിരപരാധിയാണ് സാറെങ്കിലും മനസ്സിലായില്ല. ഞാൻ എന്ത് പണി വേണമെങ്കിലും ചെയ്യാം സാർ. ഇവന്മാരുടെ കാര്യം ഞാൻ വേണ്ട വേണ്ട. ശശിയേട്ടാ, ഏത് സിനിമയുടെ അവസാനം കണ്ടത്? കണ്ടില്ല. ഒരു സിനിമയും കണ്ടില്ലേ? കണ്ടിട്ടില്ല. ഇടക്ക് ഇഷ്ടം പോലെ വ്യാജ സീഡി ഇറങ്ങിയല്ലേ ഇപ്പോ? വെറുതെ വായി നോക്കി നടക്കുന്ന ടൈമിൽ അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കണ്ടുവിടാ നിനക്ക്. അപ്പൊ ഒരു സിനിമയും കണ്ടില്ല? ഏത്? ഓ, സെക്സ് പടം. അപ്പൊ ആക്ഷൻ പടങ്ങളൊന്നും കണ്ടില്ല? ഇല്ല. എന്നാ ഞാനൊരു സിനിമ പറയാം. ആദാമും വാരിയല്ലും. അവന്റെ വാരിയൽ ഊരിയെന്നാ തോന്നുന്നേ. ആദാമും വാരിയല്ലും. ഒരു സി ഐ
പിന്നെ ഒരു പട്ടി. ഈ പട്ടിയുടെയാണ് അസിഐഡി. പിന്നെ സൂപ്പർമാന്റെ വേഷം ഇട്ടുകൊണ്ട് ഒരു ഭ്രാന്തൻ. കയ്യിലൊരു കളിത്തോക്ക് ഉണ്ടായില്ല. ഈ കളിത്തോക്ക് ഉണ്ട് ഒരു എസ് ഐയെ വെടിവെക്കും. പക്ഷെ വെടി കൊള്ളൂല. പക്ഷെ വെടി കൊണ്ടെന്ന് വിചാരിച്ച് ഈ എസ് ഐ മണ്ണ് വീണ് ഉരുണ്ട് അവിടെ ഒരു പിടി മണ്ണിങ്ങനെ വാരി ഗുഡ് മോർണിംഗ് സർ. ആ രാമനാഥൻ, വല്ല തുമ്പ് കിട്ടിയോ? സിറ്റിയിൽ നടന്ന 2 കൊലപാതകങ്ങൾക്ക് പിന്നിലും ഒരു കൈയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഇത് വെറും ഊഹം മാത്രമാണോ അതോ? അല്ല സർ, കണക്കുകൾ കൂട്ടിക്കിഴിച്ചു നോക്കുമ്പോൾ എത്തിച്ചേരുന്നത് ഒരിടത്ത് തന്നെയാണ്. ആട്ടെ, കസ്റ്റഡിയിലെടുത്ത പിള്ളേരുടെ കയ്യിൽ നിന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും? ഓ സർ, അവരുടെ ഉത്തരങ്ങളിൽ നിന്നും ഞാൻ എത്തിച്ചേർന്നത് ഒരുപാട് നിഗൂഢതകളിലേക്കാണ്. പിന്നിലേതോ അദൃശ്യ ശക്തികൾ. ഈ ചരടിന്റെ അറ്റം അവരുടെ കയ്യിലാണ്. പിന്നെന്തിനു താമസിക്കണം? അറസ്റ്റ് ചെയ്തൂടെ? വരട്ടെ സർ. അങ്ങനെ പെട്ടെന്ന് തൊട്ടാൽ കൈ പൊള്ളിയാലോ? എല്ലാ വഴികളും ഒരുപോലെ അടയ്ക്കണം. എന്നിട്ട് മതി അറസ്റ്റും ബഹളമൊക്കെ. എനിക്ക് തന്നെ വിശ്വാസമാണോ? മറ്റാരെക്കാളും? ആ വിശ്വാസമാണ് സാർ എൻ്റെ പിൻബലം. അവൻ വരും, എൻ്റെ വലയിൽ വരും. തൽക്കാലം എതിരാളി പൂർണ്ണ തെളിവുകളോടെ നമ്മുടെ വലയിൽ വീഴുന്നത് വരെ എല്ലാം ഒരു സസ്പെൻസ് ത്രില്ലർ ആയിക്കോട്ടെ, അല്ലേ സാർ? ഓക്കെ മിസ്റ്റർ രാമനാഥൻ, വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു സാർ. മാത്രമല്ല, ഞാനും തൊട്ടപ്പുറത്ത് വീട്ടിലെ മിനിസ്മോളും ഉണ്ട്. അങ്ങനെ പറയാ. നീ സ്മാല അടിച്ചിട്ടുണ്ടോ? എന്നാ പുതിയ എന്നാലും ഷാരൂഖ് ഖാൻ എന്നോടിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഐശ്വര്യ റായി നെടുവീർപ്പിട്ടു. ഷാരൂഖ് ഖാൻ ചിത്രമായ ചൽത്തെ ചൽത്തയുടെ ലൊക്കേഷനിൽ വന്ന് സൽമാൻ ഖാൻ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ഐശ്വര്യ റായിയെ നായികാ പദവിയിൽ നിന്ന് പുറത്താക്കി. അതിനെക്കുറിച്ച് റാണിയുടെ ഈ കമന്റ് വളരെ ഖേദകരം. ഈ സൽമാൻ ഖാൻ ഇത് എന്ത് പറ്റി? ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയാലെങ്ങനെ? അതെ സാർ. ഓ, ഈ VIP-കളെ കൊണ്ട് ഞാൻ തോറ്റു. അതെ, ഞാനിവിടെ വളരെ തിരക്കിലാണെന്ന് പോയി പറയും. സാറാ, അത് പിന്നെ എടോ, അവരോട് വെയിറ്റ് ചെയ്യാൻ പറയൂ. നിങ്ങളാണോ SI? അല്ല, ഞാനിവിടുത്തെ പോലീസുകാരൻ. സാർ, അവരവിടെ കിടന്ന് ബഹളം വയ്ക്കണോ? ആ, എന്താ ഇവിടെ പ്രശ്നം? ഇതെന്താ നിയമസഭാ മന്ദിരോ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാൻ? അല്ല സാർ, ആരാടാ ഇവരൊക്കെ? ഞങ്ങള് കോണാത്തൂന്ന് നിന്ന് വരിക. താനാരാ? ഞങ്ങളെ 3 മക്കളുണ്ട് ഇവിടെ. അവരൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടി. എന്താ നിങ്ങളുടെ പ്രശ്നം? പ്രശ്നം വേറെ ഒന്നുമില്ല. ഞങ്ങളെ മക്കളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള അവരൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. ആരാടോ ഇവരുടെ മക്കൾ? സാറേ, ജയിലിൽ കിടക്കുന്ന 3 പിള്ളേരില്ലേ, അവരുടെ കാര്യം ഏത്? മറ്റേ അവന്മാരുടെ രക്ഷകർത്താക്കളാണോ? നമസ്കാരം. ഞാൻ രക്ഷകർത്താക്കളെ ഒന്ന് മീറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. എടോ, ഇവരേക്ക് ഇവിടെ ഒന്ന് ഇരുത്താൻ ചെയ്യില്ലല്ലോ. ഞങ്ങൾ ഇവിടെ നിന്നോണ്ടിരുന്നോളാം. ഇങ്ങനെയാണോ മക്കളെ വളർത്തുന്നത്? സാമൂഹ്യ വിരുദ്ധന്മാരായിട്ട്, പോക്കിരികളായിട്ട്, തെമ്മാടികളായിട്ട്. ഭവനഭേദനം, പിടിച്ചുപറി, ബലാത്സംഗം, വധശ്രമം, കിഡ്നാപ്പിംഗ്. മിനിമം വധശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങൾ അവന്മാർ ചെയ്തിരിക്കുന്നത്. അപ്പൊ വിട്ട് കിട്ടുന്നില്ലേ? കിട്ടത്തില്ല, വിട്ട് കിട്ടില്ല. അപ്പൊ ജാമ്യം കിട്ടില്ല. ജാമ്യം കിട്ടില്ല, അവന്മാരെ കൊണ്ടുപോകാനും പറ്റില്ല. എന്തുകൊണ്ട്? പുല്ലാണ്, പുല്ലാണ്, പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്. ഞാൻ എന്റെ പൊന്ന് സാറേ, ഇത് വയലന്റ് കേസാ. എറണാകുളം നോർത്ത് സ്റ്റേഷൻ ആക്രമിച്ചത് ഇവരല്ലേ? ഇവിടെ
ഇവിടെ വയർലെസ് സെറ്റ് എവിടെയാണോ? അത് റിപ്പയർ സാറേ. എന്നാ ഫോൺ എടുത്ത് കൺട്രോൾ ചെയ്യാൻ വിളിച്ചിട്ട് 10 മിനിറ്റ് ഫോൺ വർക്ക് ചെയ്യുന്ന അറിയില്ല സാറേ. അത് കംപ്ലൈന്റാ. എന്നാ എങ്ങനെയെങ്കിലും പോയി അവന്മാരെ കൺട്രോൾ ചെയ്യണോ? സാർ ലാത്തി അതുമില്ലേ? ഇല്ല സാർ. എന്നാ ഉള്ളത് കൊണ്ട് കൺട്രോൾ ചെയ്യണോ? എന്താ കൺട്രോൾ? എല്ലാവരും കരയാതിരിക്കുക. തൽക്കാലം എന്നെ അകത്തോട്ട് കയറ്റിയത് മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും പുറത്തോട്ട് ഇറക്കി വിടും. അപ്പച്ചാ മോനെ മോനെ ഞാൻ അകത്ത് കിടന്നാലും അവൻ അകത്ത് തന്നെ കിടക്കും. കരയാതെ കരയാതെ. അവൻ മെടുക്കനാടി. എനിക്ക് കിടക്കാൻ പറ്റാത്ത സ്ഥലത്ത് അവൻ കയറി കിടക്കുന്നത്. പൂജപ്പുര സ്ഥലത്ത് കയറി കിടക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് എന്റെ കണ്ണടയ്ക്കാൻ. താനോട് ഉണ്ടോ? അടിയുണ്ടായി സാർ. എന്റെ മടിയും തൊപ്പിയൊക്കെ എവിടെയാണോ? എവിടെയാണോ? ഞാനെടുത്തില്ല. ഒന്നങ്ങോട്ട് ചെല്ലണോ? നടക്കണോ? ഇങ്ങോട്ട് മാറണോ? സാർ, ഈ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ലോക്കപ്പ് തകർത്ത് ഈ നിൽക്കുന്ന പ്രതികളെ മുഴുവൻ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ ഈ ഞാൻ ഒറ്റയ്ക്ക് ധീരമായി ചെറുത്ത് നിന്നതുകൊണ്ട് ഇവർക്കതിന് കഴിഞ്ഞില്ല. എന്നെ ഒന്ന് അഭിനന്ദിക്കൂ സാർ. ആ കീങ്ങരു ആരൊക്കെ സാർമാർ ഇറങ്ങിയാട്ടെ. ഇനി ഇറങ്ങടാ. ഇനി എടുത്തിറക്കണോ? ദേ കുട്ടിയെ അവര് വന്നോട്ടോ. എന്താടാ ഞെട്ടിപ്പോയോ? ഇതല്ലടാ നീ എല്ലാം കൂടെ കൊല്ലാൻ പിന്നാലെ നടന്ന പെൺകുട്ടി നന്ദിത. അയ്യോ ഒന്നും മനസ്സിലായില്ലല്ലേ? മനസ്സിലാക്കി തരാം. കേറുവാടാ. ഇവള് ആരാടാ? ഇവള് പെണ്ണു പോലീസാടാ. എനിക്ക് സംശയം കേട്ടാ. വാ മോളെ, മക്കള് കയറി വാ. സ്വഭാവം കൊണ്ട് അവനൊരു മുരടനാ. എന്നാലും അവന്റെ മനസ്സ് നിറയെ സ്നേഹം കേട്ടോ. നിങ്ങള് വരുന്നതറിഞ്ഞ് അമ്മ എന്തൊക്കെയാ കഴിക്കാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അറിയോ? കയറി വാ. ഞങ്ങൾക്ക് വേണ്ട. അതൊന്നും പറഞ്ഞ പറ്റില്ല. എല്ലാം കഴിപ്പിച്ചാ ഞാൻ വിടൂ. വാ മക്കളെ. എടാ എനിക്ക് വിശന്നിട്ട് പോയി. പിന്നെ ഒന്നുമല്ലടാ, കേറി ചെന്നിട്ട് രാമനാഥ പോലീസ് എടുത്തിട്ട് കേറും. എന്നോട് അല്ലേ? പിണക്കമല്ല, മനുഷ്യനായിട്ട് വട്ട് കളിപ്പിച്ചിട്ട്. ഞാൻ ആരെയും വട്ട് കളിപ്പിച്ചിട്ടൊന്നുമില്ല. വാ, എല്ലാം പറയാം. വേണ്ട വേണ്ട, നീ ഒന്നും പറയണ്ട. നീ ഞങ്ങളെ പറ്റിച്ചിട്ട് പോയല്ലേ. ഇനി നിന്നെ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും? അതെല്ലാം ഞാൻ പറയാം. വാ വാ, വരാനല്ലേ പറഞ്ഞേ? നീ വന്നേ. വാ. എന്താ ഒന്നും കഴിച്ചില്ല ഇതുവരെ? കഴിക്കേ. വേണ്ട വേണ്ട. കഴിക്കടാ. ഓ, വേണ്ടേ? കറി കഴിക്കും മക്കളെ. രണ്ടെണ്ണം മതി. ഒരിക്കല് മതി മതി. കുറച്ചുകൂടി കറിയും എടുക്കണ്ട.
എവിടെ നോക്കിട്ടാടി? എവിടെ നോക്കിട്ടാന്ന്? ഞാൻ അറിയാതെ. നിന്റെ കളി ഇത്തിരി കൂടുന്നുണ്ട്. തന്റെ തള്ള ഇല്ലെങ്കിൽ എന്താ? അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. പൊച്ചോണം എന്റെ മുമ്പിൽ നിന്ന്. എന്താടി ഇന്ന് മോങ്ങുന്നത്? ഇത്രയും മോങ്ങാൻ വേണ്ടി ഞാൻ വല്ലതും പറഞ്ഞോന്ന്? അവരെന്തിനാ ഇവിടെ കൊണ്ടുവന്നെന്ന് അറിയാമല്ലോ. ആ ചെല്ലാൻ. കുറെ നേരമല്ലേ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ ഇവിടെ ഇരുത്തിട്ട്. എടി പെണ്ണെ, ഇനി നീ മിണ്ടിയില്ലെങ്കിൽ ഹംസയുടെ സ്വഭാവം എന്നാ നീ മനസ്സിലാക്കും. ഗോതമ്പുണ്ട് വന്നതിന്റെ രുചി വായിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. ഒരൊറ്റ അലകിയ ഞങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ? ഞങ്ങൾ തട്ടാൻ നടന്നിരുന്നു എന്നുള്ളത് നേരാ, പക്ഷെ തട്ടിയില്ലല്ലോ. അതെ, തട്ടണമൊന്നുണ്ടായിരുന്നില്ല. എപ്പ തട്ടിന്ന് ചോദിച്ചാൽ മതി. നിർത്ത്. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇല്ല. ആ എന്നാൽ ഇനി എനിക്ക് പറയാനുള്ളത് കൂടി നിങ്ങൾ കേൾക്കണം. അനാഥത്വത്തിൽ മുങ്ങിപ്പോയ ബാല്യത്തിന്റെ മുറിപ്പാടുകളിൽ നിന്നും മോചനം കിട്ടിയിരുന്ന ദിവസങ്ങൾ. റസിയ സുൽത്താനയും രേഖയും അനാഥാലയത്തിലെ കളിക്കൂട്ടുകാരികൾ. സ്നേഹത്തിന്റെ ഭാഷ എന്താണെന്ന് ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കുകയായിരുന്നു. മെറീന ജോൺ, സിസ്റ്റർ ആൻമേരിയുടെ കാലശേഷം സ്നേഹം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയത് മെറീന ജോണുമായി പരിചയത്തിലായ നിമിഷം മുതലാണ്. ആ ബന്ധം മനസ്സിന്റെ മുറിപ്പാടുകൾക്ക് ഏറെ ആശ്വാസം നൽകിയിരുന്നു. പെട്ടെന്നായിരുന്നു മെറീന ജോണിന്റെ വളർച്ച. പതുക്കെ പതുക്കെ അവർ ഞങ്ങളിൽ നിന്ന് അകലുകയായിരുന്നു. മുംബൈ അധോലോകത്തിന്റെ കണ്ണികളായ നാസർ ഭായിയും മറ്റും മെറീന ജോണിനെ പതുക്കെ പതുക്കെ അവരിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. പെരുമാറ്റത്തിൽ എന്തൊക്കെയോ നാടകീയത ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു, എന്തൊക്കെയോ നിഗൂഢതകൾ. അതോടൊപ്പം രേഖയിലുണ്ടായ മാറ്റവും എനിക്കും റസിയയ്ക്കും ഉൾക്കൊള്ളാവുന്നതിനപ്പുറമായിരുന്നു. രേഖയും ഞങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ. നീ എവിടെയായിരുന്നു ഇത്രയും നേരം? മാഡത്തിന്റെ കൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. പൈസ ചെലവാക്കാൻ മാഡത്തിന് ഒരു മടിയില്ല. ഇതെല്ലാം മാഡം വാങ്ങി തന്നതാ. ഒരിക്കൽ നാസർ ഭായിയെ ഞങ്ങൾക്ക് അവർ പരിചയപ്പെടുത്തി. ബോംബെ തെരുവീതികളിലേക്ക് വലിച്ചഴിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്താനുള്ള ശ്രമം അവർ തുടങ്ങിക്കഴിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടികൾ. നന്ദിത, റസിയ. ഹലോ. മയക്കുമരുന്നും കള്ളക്കടത്തും വിപുലമാക്കുവാനായി പാവപ്പെട്ട പെൺകുട്ടികളെ മോഹന വാഗ്ദാനം അവരിലേക്ക് അടുപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഞാൻ എന്ത് പറഞ്ഞിട്ടും ആ കുട്ടികൾ സമ്മതിക്കുന്നില്ല. ഞാൻ എന്താ ചെയ്യാം? എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഞങ്ങളുടെ പിന്മാറ്റം നാസർ ഭായിയെ മാനസികമായി തളർത്തി. ഇനി നീ ജീവിച്ചിരിക്കാൻ പാടില്ല. നീ ജീവിച്ചിരുന്നാൽ അതിന്റെ അപകടമാണ്. നീ മരിക്കണം. മറീന ജോണിന്റെ അന്ത്യം ഞങ്ങൾക്ക് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. രഹസ്യങ്ങൾ ചോർന്നു പോകുമെന്ന ഭയത്താൽ ഞങ്ങളെയും അവർ വേട്ടയാടി തുടങ്ങിയിരുന്നു. മറീന ജോണിന് പിന്നാലെ രേഖയും. ഇപ്പൊ ഷോപ്പിലൊക്കെ എന്തൊരു തിരക്കല്ലേ? നിൽക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയായി? അവളെ കാണാനില്ലല്ലോ പന്നിയണ്ണ. വരിയോടാ അവള്. വരാതെ ഇവിടെ പോവാൻ. പന്നിയണ്ണ ദേ പന്നിയണ്ണ വിടരുത്. അവരുടെ മരണത്തോടെ എല്ലാം തീരുമെന്നുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ മറികടന്ന് വീണ്ടും നാസർ ഭായിയുടെ ആളുകൾ ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. വിടരുതവളെ. പോ. സാരമില്ല, എനിക്ക് നിങ്ങളോട് യാതൊരു വെറുപ്പുമില്ല. എനിക്കറിയാമായിരുന്നു നിങ്ങൾക്ക് എന്നെ കൊല്ലാനാവില്ല എന്ന്.
കഥയൊക്കെ കേട്ട് കഴിഞ്ഞോടാ? സാറിനോട് നന്ദിത എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ സാറിന് മനസ്സിലായില്ലേ ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ലെന്ന്? സാറേ ഞങ്ങളെന്നാ വീട്ടിലേക്ക് പോക്കോട്ടെ? നിക്കുമോനെ, കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് തീരുമാനിക്കാം പോക്ക് ജയിലിലേക്കാണോ വീട്ടിലേക്കാണോ എന്ന്. ഇപ്പൊ ഒന്ന് വണ്ടി കയറ്, വാ. വാടാ, നിങ്ങളും വാടാ.